സമാധാന കരാറുകൾക്ക് കടലാസ് കഷ്ണത്തിൻ്റെ വില പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഹോർമൂസ് വീണ്ടും അടച്ചു. അമേരിക്കയും ഇറാനും പരസ്പരമുള്ള യുദ്ധങ്ങൾ ആരംഭിക്കുന്നു. വീണ്ടും യു എക്ക് നേരെ ആക്രമണം നടക്കുന്നു. മറ്റ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇത് വീണ്ടും ഹോർമൂസിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ്. ഇതൊരു വാണിംഗ് ആണോ? അതോ ശരിക്കും വീണ്ടും യുദ്ധത്തിൻ്റെ ഒരു പുനരാരംഭമാണോ? എങ്ങനെ നമുക്കിതിനെ കാണാൻ കഴിയും? സാർ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? ഇതിനൊരു യുദ്ധത്തിൻ്റെ ആരംഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ പ്രതികാരമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഖമേനി, അയത്തുള്ള ഖമേനി മകൻ മുജ്തബ ഖമേനി, ഇപ്പോഴത്തെ ആൾ, അതെ, മുജ്തബ അത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ മുൻഗാമിയുമായ മഹാത്മാവിൻ്റെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ്. ഇപ്പോൾ ഒരു പ്രതികാരത്തിൻ്റെ രൂപമാണത്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുക. പിന്നെ ഈ IRGCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സ്വതന്ത്രമാണല്ലോ. അവർക്ക് ആരോടും ഒന്നും പ്രത്യേകിച്ച് അവരാരുടെ കമാൻഡിലല്ല. അവർ തന്നെ 10-30 ഡിവിഷൻസാണ്, സെപ്പറേറ്റ് കമാൻഡാണ്. അപ്പോൾ അവരെന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് ഷിപ്പ് എന്തൊന്നും അവർക്ക് നോട്ടമില്ല, അവർ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ US സംബന്ധിച്ച് US എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കേണ്ട അവരുടെ ആവശ്യമാണ്. ഇത്ര നാൾ മാസങ്ങളോളം നിന്നിട്ടും ഇറാനെ മുട്ടുകുത്തിക്കാനൊന്നും US സാധിച്ചിട്ടില്ല. കുറേ നാശനഷ്ടങ്ങളുണ്ടായി മാത്രം, അത് ഇവിടെയും ഉണ്ടായി. ഇവിടെ വെച്ചാൽ US ലാൻഡ് അവിടെ അല്ലാത്തതുകൊണ്ട് US നേരിട്ടല്ല. പക്ഷേ US സഖ്യകക്ഷികളായിട്ടുള്ള GCC കൺട്രീസിൽ പല സ്ഥലത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അറ്റാക്ക് നടക്കുന്നു, മിസൈൽ അറ്റാക്ക് ഇപ്പോഴും നടക്കുന്നു. UAE, ബഹ്റിൻ അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ബഹ്റിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസമായി തോന്നുന്നു. UAE നടക്കും. അപ്പോൾ അത് അമേരിക്കക്കെതിരായുള്ളൊരു ആണ്. അപ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും മിസൈൽ എന്തെങ്കിലും അയച്ച് അമേരിക്കയുടെ പ്രസൻസ് ഫീൽ ചെയ്യിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉള്ള വില നഷ്ടപ്പെട്ടു പോകും. ഇതൊരു ലാസ്റ്റ് സ്കെയിൽ വാറിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രണ്ട് കൂട്ടർക്ക് അതിനകത്ത് താല്പര്യം ഇപ്പം ഉണ്ടാവില്ല. പിന്നെ IRGCയുടെ ഈ എന്താ പറയുക, ആരുടെ നിയന്ത്രണത്തിലല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തതെന്ന് പുറകോട്ട് പോയി എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ശരിയുമാണ്. പക്ഷെ അതിലിപ്പോൾ ഇപ്പോഴത്തെ ഖമേനി പറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങനെ വലിയ പ്രതികാരമൊന്നും ചിലപ്പോൾ പറയേണ്ട ജനങ്ങളുടെ മനസ്സിലൊരു വികാരം ജ്വലിപ്പിക്കാൻ അത് ആവശ്യമാണ്, അത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴേക്കും IRGC അത് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അതുപോലെ ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് ലെബനനിൽ നിന്നുകൊണ്ട് ലെബനിൽ നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാവുന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് ലെബനനും ഒന്ന് ഇറാനുമാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കും. ഈ കാര്യത്തിലൊരു ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിനൊരു അന്തിമമായ തീരുമാനം വരുത്തേണ്ടതാണ്. യുദ്ധം ഒരു പരിഹാരമല്ല. ഇപ്പോൾ US ഇന്നലെ ട്രംപ് പറഞ്ഞത് എനിക്ക് 1000 മിസൈൽ റെഡിയാണ്. ഞാൻ മരിച്ചാൽ, എന്നെ കൊന്നാൽ 1000 മിസൈൽ അവിടെ ചെല്ലും, ഇറാനെ തകർക്കും. 1000 തികയാതെ വന്നാൽ പിന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് അവർ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിന് വേണമെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവില്ല. അത് ഇറാനും മനസ്സിലാക്കണം. അതേസമയം ഹിസ്ബുള്ള അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്ക് ബാധമല്ല, അത് 3 രാജ്യങ്ങളും തമ്മിൽ, ഇസ്രായേലും ഇറാനും US തമ്മിൽ ചെയ്താൽ ഞങ്ങൾക്ക് അതിലെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിൽക്കാൻ പാടില്ല. IRGCയും അതേപോലെ തന്നെ മര്യാദ പാലിക്കണം. ഏതെങ്കിലും ഷിപ്പുകൾ ആക്രമിക്കുക എന്നുള്ള പരിപാടിയൊക്കെ അവർ മാറ്റിവെക്കണം. അല്ലെങ്കിൽ ഇത് മുൻപൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇത് ലോക സമ്പദ് വ്യവസ്ഥക്കെതിരായുള്ളൊരു ആക്രമണമാണ്. ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനോട് ചെയ്യുന്ന യുദ്ധമല്ല അത്. റഷ്യ യുക്രൈൻ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷെ ഇതല്ല, ഇത് വേൾഡ് ഇക്കോണമിക്കെതിരായുള്ള യുദ്ധമാണ്. അപ്പോൾ അത് 2 കൂട്ടരും മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്.
ഇത് പക്ഷേ ഒരു യുദ്ധത്തിൻ്റെ പ്രശ്നത്തിനപ്പുറത്തേക്ക് വംശീയ പ്രശ്നമായിട്ട്, വംശീയ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മുമ്പേ തന്നെ വളർന്നതാണ്. അതിൻ്റെ പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഡെത്ത് ഓഫ് അമേരിക്ക, ഡെത്ത് ഓഫ് ഇസ്രായേൽ എന്ന് ഇറാൻ മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇറാൻ്റെ സർവനാശമുണ്ടായി, അവിടെ ഭരണകൂടമൊക്കെ മാറി ഒരു പുതിയ ഭരണകൂടമൊക്കെ വന്ന് അത് പ്രോ അമേരിക്ക, പ്രോ ഇസ്രായേലായിട്ടൊക്കെ നിൽക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി വരുമുള്ളൂ. ഇല്ലെങ്കിൽ ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്ന ശക്തിയല്ല എന്ന് ഇറാൻ ഇതിനകം തന്നെ തെളിയിച്ചും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഇനി ചെയ്യുന്നത് കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്താണ് നേട്ടം? രണ്ടു പേർക്കും നേട്ടമില്ല. അമേരിക്കയെ സംബന്ധിച്ച് ഹെവി ലോസാണ് എല്ലാ അർത്ഥത്തിലും. സാമ്പത്തികമായിട്ടുള്ള ലോസ് ഉണ്ട്, മിലിറ്ററി ഹാർഡ്വെയറിൻ്റെ ലോസ് ഉണ്ട്. ഓരോ മിസൈൽ അയക്കുമ്പോൾ നമ്മളൊരു മിസൈൽ അയച്ചു എന്ന് മാത്രം നമ്മൾ പത്രത്തിൽ വായിക്കുന്ന, ടി വിയിൽ കാണുമോ കേൾക്കുകയോ ചെയ്യുന്നു. പക്ഷെ അതിന് എത്ര തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സാണ് ഒരു മിസൈലിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നത്. ചിലതിന് തൗസൻഡ്സിൽ നിൽക്കില്ല, അതിനപ്പുറം പോകും. പിന്നെ അമേരിക്കൻ ജനത ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന ജനത അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ബെനിഫിഷ്യൽ അല്ല അത്. ഇറാനെ സംബന്ധിച്ച് ഒട്ടും ബെനിഫിഷ്യൽ അല്ല. ഇറാൻ്റെ റവന്യൂ എന്താ? ഓയിലല്ലേ. അതെ, വേറെ എന്താ അവർക്ക് റവന്യൂ ഉള്ളത്? പിന്നെ പണ്ട് കാർപ്പറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമില്ലല്ലോ. ഓയിലിൽ നിന്നുള്ള റവന്യൂ ഇല്ലെങ്കിൽ ഇറാൻ എന്താ? ഒന്നുമല്ല. അപ്പോൾ അവിടുത്തെ ഇത്രയധികം മില്യൺസ് ഓഫ് ആൾക്കാരെ ഫീഡ് ചെയ്യേണ്ടതൊക്കെ ഈ ഓയിൽ റവന്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ഇൻട്രസ്റ്റിലും ഇതല്ല അത്. അതുപോലെ തന്നെ ഇസ്രായേലിനും അല്ല. ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്, ചെറിയ പോപ്പുലേഷനാണ്. അവരും ദിവസം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അവർക്കും പറ്റുമോ? അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? ഏത് സമയത്ത് ഒരു മിസൈൽ വരണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞൊരു ജീവിതം എന്താ? പണ്ട് യുദ്ധം ആർക്കും സമാധാനപരമായിട്ട് ഉള്ളൊരു ഇതിലേക്ക് പോകുന്നൊരു യുദ്ധമല്ല അത്. സമാധാനത്തിലേക്ക് നയിക്കുന്നൊരു യുദ്ധമല്ല. നമ്മൾ ഇപ്പോൾ ഇറാൻ്റെ മുഴുവൻ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുമെന്ന് അങ്ങനെ വിചാരിക്കാനായിട്ട് എനിക്കത്ര തോന്നുന്നില്ല. കാരണം വെച്ചാൽ റിലീജിയസ് വികാരമാണ് അവിടെ ഉള്ളത്. മറ്റേത് വികാരത്തെക്കാളും പെട്ടെന്ന് കത്തിജ്വലിക്കുന്നൊരു വികാരമാണ് റിലീജിയസ് വികാരം എന്ന് പറയുന്നത്. മതപരമായിട്ടുള്ള വികാരം, ആവേശമൊക്കെ. അത് ഇറാനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം അവരുടെ നിലനിൽപ്പ് തന്നെ മതത്തിൽ മാത്രമാണ്. ഷായുടെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. 79 ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം അവർ തികച്ചും മതപരമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ആയത്തുള്ള ഖൊമേനി മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം മതപരമാണ്. അതിന് 100% എഗ്രി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അവരെ ഭരണകൂടത്തെ പോലും വയ്ക്കില്ല. ഇപ്പോൾ ആയത്തുള്ള ഖൊമേനി സ്പിരിച്വൽ ലീഡറായിട്ട് 79 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇവർ പവറിൽ വരുന്നു. ആ സമയത്ത് പ്രസിഡൻ്റായിട്ടൊരു ഫ്രാൻസിൽ എക്സൈലായിരുന്ന ആൾ, ഷായുടെ കാലത്ത് ഫ്രാൻസിൽ ഒളിച്ച് താമസിച്ചിരുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ബാനി സാദർ എന്ന് പറഞ്ഞ ഒരാളെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നു. അന്ന് എല്ലാവരും വിചാരിച്ചു ഇനി അത് ഇറാൻ്റെ ഒരു നല്ല കാലം തുടങ്ങാൻ പോകുന്നു. കാരണം സോഫ്റ്റ് സ്പോക്കൺ ആണ്, കാര്യങ്ങൾ അറിയുന്ന ആളാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, തനി മതഭ്രാന്തനല്ല. ഷായ്ക്ക് ഒരു കൊല്ലം തയ്ക്കാൻ പറ്റിയില്ല. കാരണം അയാളുടെ പല നയങ്ങളും ഖൊമേനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അയാൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു എങ്ങോട്ടോ. ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്നതാണ് ബാനി സാദറിനെ. ഒന്നും സംഭവിച്ചില്ല. കാരണം വെച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഊണ് കഴിക്കുന്നതും ശ്വസിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ മതത്തിന്മേൽ കൂടിയാണ്. മതമാണ് അവരുടെ ഭക്ഷണവും ഉറക്കവും ജീവവായു എല്ലാം മതമാണ്. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ ശക്തമായൊരു പിന്തുണയിൽ അല്ലെങ്കിൽ അതിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സമൂഹം അവരെ മിലിറ്ററി പവർ കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് കരുതാൻ വിഷമമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു
മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.